വെൽക്കം ടു അൽബേനിയ. സ്വീറ്റസ്റ്റ് ഇന്ററാക്ഷൻ. പൊതുവെ എല്ലാരും ഭയങ്കര കൈൻഡ്, പക്ഷെ ഇതൊരു എക്സ്ട്രീം. കണ്ണിൽ വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മറ്റേ സെക്യൂരിറ്റി ചെക്കില് പ്രശ്നമൊന്നും പറ്റാതെ നേരെ ബാഗ് ഇങ്ങനെ പാസ്സായി വരുന്ന സമയത്ത് എന്തോ പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടിയ ഫീലിംഗ് ആണ് എനിക്ക്. നമുക്കൊരു ഒടുക്കത്തെ പണിയായി. ഐ മീൻ ട്രിപ്പിന്റെ തുടക്കം തന്നെ പണിയാന്ന് പറയരുത്, പക്ഷെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ആളെടുക്കാൻ വന്നിടത്താണ് നമുക്ക് ഒടുക്കത്തെ ഒരു പണി കിട്ടിയത്. ഓഫ്കോഴ്സ് അൽബേനിയയിൽ വന്നിട്ട് ഈ പണി കിട്ടാത്ത ആരാണുള്ളത്? അച്ചു ഇത്ര പെട്ടെന്ന് കേരളത്തിലെത്തിയോ? നാടത്തി ഫാനെന്റെ കിടക്ക്. ഒരു ശാലയ്ക്ക് നമ്മള് കാർ എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അതായത് നമ്മൾ ഓൺലൈൻ റിസർവ് ചെയ്തിരുന്നല്ലോ, അപ്പൊ ആ റിസർവേഷൻ ഒന്നും വർക്കായില്ല. കാരണം എന്താ, അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ATM ക്രെഡിറ്റ് കാർഡിന് 6 മാസത്തിൽ കൂടുതൽ വാലിഡിറ്റി വേണം, അങ്ങനെ ആകെ ചൊറ. അപ്പൊ നമ്മൾ അവിടുന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോന്നിട്ട് പിന്നെ നമ്മൾ ഈ കണ്ട ഈ കാറിന്റെ നമ്മുടെ തെരേസ ചേട്ടനും ക്ലീറ്റസ് ചേട്ടനും ഒക്കെ കൂടെ ഞമ്മക്ക് നമ്മൾ കേരളയിൽ നിന്നാണോന്നൊക്കെ ചോദിച്ച് വണ്ടിയൊക്കെ തന്നിട്ടുണ്ട്. പണിയാവാതിരുന്നാൽ മതിയായിരുന്നു. സോ ഫാർ സോ ഗുഡ്. അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഓഫ് റോഡിങ്ങിനാണ്. അതായത് റോഡില്ലാത്തൊരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇതിന്റെ മണ്ടയിൽ എത്തി കഴിയുമ്പം ഉള്ള വ്യൂ ഇസ് വർത്ത് ഇറ്റ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ പോകുന്നതിന് വർത്താണ്. പിന്നെ സാധാരണ ഇവിടെ ആൾക്കാര് ട്രിപ്പ് അവിടെ പോയിട്ട് അത് കണ്ടിട്ട് തിരിച്ചങ്ങ് വരും. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത്. നമ്മൾ അന്നായിരുന്നു ഇതിന്റെ വീട്ടിലെ സൂത്രധാര. നീയല്ലേ ഈ മറ്റേ എയർബിഎൻബി കണ്ടുപിടിച്ചത്? ഈ എയർബിഎൻബി കണ്ടുപിടിച്ചത് നമ്മുടെ അന്നമോളാണ്. അപ്പൊ അന്ന ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഇതിന്റെ വണ്ടിയിൽ ഒരു എയർബിഎൻബി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എയർബിഎൻബിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് 2 ലക്ഷ്യമുണ്ട്. മുവില ലേക്ക് കാണുക, പിന്നെ ഈ ബംബി റോഡിലൂടെ പോയിട്ട് എയർബിഎൻബിയിലും എത്തുക. ഞങ്ങൾക്കിപ്പോ റിച്ചുവിനോടാണ് പാവം തോന്നുന്നത്. റിച്ചു ചവിട്ടി പാവമുണ്ട്. അത് ഇവിടെ കാർ എടുക്കുന്ന സമയത്ത് ഇവർ നമ്മളോട് 2 കാര്യം ചോദിക്കുക. ഒന്ന്, ക്രോസ് കൺട്രി പോകുന്നുണ്ടോ, അതായത് മോണ്ടിനിഗ്രോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ. 2, നിങ്ങൾ ബൊവിലെ പോകുന്നുണ്ടോന്നും. അപ്പൊ ഈ 2 ചോദ്യത്തിന് അനുസരിച്ചുള്ള കാറാണ് അവർ നമുക്ക് തരിക. അപ്പൊ നമ്മളിതിന് എസ് ഒക്കെ പറഞ്ഞ് മേടിച്ച കാറാണിത്. അപ്പൊ കാറിന് നമുക്കായത് 30 യൂറോസാ അല്ലെ 25 30 euros per day. 30 euros per day. അപ്പൊ നമ്മൾ 5 വിത്ത് ഫുൾ കവറേജിനൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ എവിടെ പണി വന്നാലും ക്ലീറ്റസ് ആളെ വിടും, ക്ലീറ്റസ് സ്വന്തമായിട്ട് ആളെ വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 150 euro ആണ് നമ്മൾ ഈ കാറിന് കൊടുത്തത് ഇതുവരെ. നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോ പറയാം. അപ്പൊ അതുലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ബ്ലൂടൂത്ത് എടുത്തിട്ടുണ്ട്. മുന്നോട്ടുള്ള വഴിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കത്തില്? അമ്മേ, വഴിയില്ല. റിച്ച് പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ജോർജ് കുട്ടി മാരുതിക്കാറ് തള്ളിയിട്ട വഴി, കോറി. പിന്നെ നമ്മുടെ കാറിന്റെ സ്പീക്കർ ഇല്ല, അത് നമ്മള് കണ്ടുപിടിച്ചു. ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്ന മൊബൈൽ നമ്മളോട് കോൺഫിഡന്റ് ആയി പറഞ്ഞു, പക്ഷെ നമ്മൾ ചോദിച്ചില്ല. പിന്നെ നമ്മൾ കഴുതേനെ കണ്ടു. റോഡ് മോശമാണല്ലോ അവര് പറയണേ. അവസ്ഥ നോക്ക് എന്റെ അമ്മേ.
ഇനി നമുക്ക് 15 മിനിറ്റ് കൂടെ പോകാനുള്ളൂ. ആ 15 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് നല്ല റോഡ്. നമ്മൾ ഞാൻ ആ മല കയറാൻ പോകണം. ഇതാണ് നമുക്ക് കേറാനുള്ളത്. നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി. റിച്ച് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സ്വിച്ചിങ്ങനെ ഇരിക്കും. അയ്യോ ഇത് ഈബിൾ ജെറ്റാണ്. ഈബിൾ ജെറ്റ് ആണത്. അതിന്റെ മുകളിലുണ്ട്, എഴുതിയിട്ടുണ്ട്. അടിപൊളിയാണോ? മുകളിൽ അടിപൊളിയാണോ? കാണാൻ രസമുണ്ട്. മേളിൽ വരെ വണ്ടി കയറാം കേട്ടോ. നോക്കണ്ട, കേറിപ്പോക്കോ. ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞപ്പം സിജിലേട്ടനോട് പറഞ്ഞപ്പോ സിജിലേട്ടൻ പറഞ്ഞു ഈ വിളിച്ചിട്ട് അൽബേനിയയിലുണ്ടെന്ന് തോന്നുന്നു. അവരിപ്പം ഗ്രീസ് നിന്ന് അൽബേനിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിന്ന് അവരെ കണ്ടു. ഓ വാവ്, നമ്മള് വന്നപ്പോ ഒരു ട്രാവലർ ഇത് ഇന്ത്യയുടെ കൊടി. അടിപൊളിയായിരുന്നു. Good job, Richu. വെറുതെ ഇരുന്നാ മതി ഞങ്ങൾക്ക്. എന്നിട്ട് ടെൻഷൻ എന്തമ്മേ. ഓ പൊളിച്ചു. ഇല്ല, നടന്നു കയറായിരിക്കും അല്ലേ? നമ്മൾ നമ്മുടെ എയർബിഎൻബി കോട്ടേജിലേക്ക് പോവാണേ. 2 കോട്ടേജ് അവിടെ ഉള്ളത്. ലെഫ്റ്റിലാണ് നമ്മുടെ, അതായത് ഈ ഹോൾ പ്രദേശത്ത് ഈ 2 വീട്ടിലുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിന്ന് രാത്രി ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. തൊട്ട് മുന്നില് ബോബില ലേക്ക്, ഇവിടെ നമ്മള് ഒരു കുഞ്ഞു വീടാട്ടോ. നമ്മൾ ഈ വ്യൂവിന് വേണ്ടിയുള്ള വിസയാണ് കൊടുക്കുന്നത്. എന്നാലും 100 യൂറോസിന്റെ അടുത്താണ് 4 പേർക്കായിട്ടുള്ളൂ. രാവിലെ വന്നിട്ട് ഇങ്ങനെ എന്നാലും ഇവര് 7 മണിക്ക് പോട്ടിപ്പോ ഇവിടെ ഉള്ളവർ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നവര് വിചാരിക്കുന്നത്? വേണ്ടി അൽബേനിയയിലെ ഈ ഒരു മല നമുക്ക് മാത്രം, നമ്മൾ 4 ആളും. കാരണം ഇവിടെ ഈ റെസ്റ്റോറന്റ് 7 മണിയാകുമ്പോ അടയ്ക്കും. അപ്പൊ ഏകദേശം എല്ലാവരും ഇവിടുന്ന് പോകും. നമ്മളിപ്പോ ഇവിടുന്ന് നടക്കാൻ പോണേ ഉള്ളൂ ആ മലമുകളിലേ. ഞാൻ ഈ അവസരത്തിൽ ഞാൻ റിച്ചും കൂടെ ചെയ്ത സൂക്സ്പിറ്റ്സ് അനുസ്മരിക്കണോ? അല്ല, ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചാലും അവര് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. കാരണം ഇവിടെ സൈഡിൽ കിട്ടിയിട്ടൊന്നുമില്ല. എന്താ ഇവിടെ ഒന്നും സൈഡിലില്ലല്ലോ, ഇങ്ങനെയല്ലേ കയറണ്ടേ? നമ്മൾ ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഇച്ചിരി പതുക്കെ ചെയ്താൽ മതി. സാധിക്കും. ഞാൻ സൺസെറ്റ് എപ്പോഴാന്ന് നോക്കാം. ഇവിടെ എത്തിയാൽ നമ്മള് സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്തെത്തി. പിന്നെ സൈഡില് ഓൾറെഡി സ്റ്റെപ്പ് പോലെയാ.
നമ്മളേറ്റവും ഡിഫിക്കൽട്ടായ വഴികൾ പിന്നിട്ടു. എനിക്ക് കുറച്ച് പേടിയുണ്ട്, അതാണ് അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ശരി, അതുകളില്ലാത്ത പോലത്തെ എക്സ്പ്രഷൻ തരുന്നത് ഒരു ഇച്ചിരി പേടിയുള്ളതുകൊണ്ടാ. പക്ഷെ ഇനി പിടിച്ചു കയറാനുള്ള വഴിയൊക്കെ ആയി. ആ, പിന്നെ നമുക്ക് സൺസെറ്റിന് മുന്നേ അവിടെ എത്തണം, അതാണ് ടാസ്ക്. അല്ല, തിരിച്ചു പോകണം. ധൈര്യത്തിന് ധൈര്യമുണ്ട്, പക്ഷെ എന്റെ ഫിസിക്കൽ ബോഡി വെക്കുന്നുണ്ട്, ശ്വാസം കിട്ടാത്തതാണ് എന്റെ പ്രശ്നം. ആ, ഇങ്ങനെ കേറുമ്പോ ഒരു കുടുക്കൊക്കെ ഉണ്ട്. ആ കാണുന്ന റോഡിലൂടെ ഡ്രൈവ് ചെയ്തോട്ടോ നമ്മൾ വന്നേ. ആ SS കേവില്ലേ, ആ കേവ് ഓടിച്ച് കയറ്റിയതാണ് റിച്ചു. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. അത് കുറച്ച് പണിയായിരുന്നു, പക്ഷെ ഈ വ്യൂ കാണുമ്പോ ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. അത് പോകാൻ പറ്റും, അത് പോകാൻ പറ്റും. നീ വീഡിയോ എടുത്തോണ്ട് നടക്കാണോ? ഓ വാവ്, ഞാനിപ്പോ നോക്കാൻ പറ്റാത്ത പോലെ കല്ലടിയിലേക്ക് നോക്കണ്ട. നമ്മൾ ഈ മൊമെന്റ് അച്ചീവ് ചെയ്തു. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് അൽബേനിയ. ഫസ്റ്റ് ടാർഗറ്റ് പോവില്ലയുടെ മുകളിലേക്ക്. അതാണ് നോക്കട്ടെ. ഇല്ല, ഫ്ലാറ്റ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ നടക്കൂല, നടക്കൂല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇരിക്കും, അതാണ് ഉണ്ടാവുന്നത്. ഇറ്റ്സ് ഓക്കെ. Yeah, you know some things it's okay. ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല. I love you. എനിക്കിത് ഭയങ്കര ഫണ്ണിയാവുന്നു, കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും ധൈര്യം വരുന്ന നീ. നമ്മളും കുറച്ച് കന്നുകാലികളും ചെമ്മരിയാടുകളും. ഇനി നമുക്ക് മേ ബി എ ട്രാൻസിഷൻ ഫ്രം ഈ രാത്രി ടു രാവിലെ. നിങ്ങളുടെ അഭിപ്രായത്തില് നല്ലത് രാവിലെയാണോ വൈകിട്ടാണോ? വൈകിട്ട്. രാവിലെ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ട്, അപ്പൊ നമ്മൾ ചോദിച്ചാൽ അതായിരിക്കും ഭംഗിയത്. പക്ഷെ അപ്പൊ ആ വെയിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ വൈകിട്ടാകുന്ന സമയത്ത് വെയിൽ അപ്പുറത്തായിരിക്കും, അപ്പം ആ മലയിലേക്ക് വെയിലടിക്കുക. ഇത് നല്ല ശാന്തസുന്ദരമായി ആ ഒരു ടർക്കോയ്സ് നിറം കുറച്ചും കൂടെ നല്ല വെയിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ചിലപ്പോ കുറച്ച് ക്ലൗഡി ആണെങ്കിൽ രാവിലെ ഇത്ര കുഴപ്പമുണ്ടാവില്ലേ? പറയുമ്പോഴത്തേക്കും ക്ലൗഡി ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രദേശത്ത് ഇപ്പോഴും ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഏരിയ ഇപ്പം ഒരു മെയിൻ സ്ട്രീം ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ താമസിച്ച Airbnb, അത് കാരണം ഈ ഏരിയയിൽ ആ ഒരൊറ്റ Airbnb ഉള്ളൂ. അപ്പം അന്നത്തെ ദിവസം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അതിലൊരാൾക്കേ നിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് രാവിലെ രാത്രിയൊക്കെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റി. ഇറങ്ങണ്ട റിച്ചു. നല്ല കാറ്റുണ്ട്, ഇന്നലെ വന്ന പോലെയാണ്.
എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു തിരക്കാവുന്നത്. രാവിലെയും വൈകിട്ടും തിരക്കില്ല. ഇപ്പൊ ഒരു 8 മണി കേട്ടോ നമ്മൾ വന്നപ്പോ. ഇപ്പൊ ഇവിടെ ഈ മലയില് ഈ ഞങ്ങള് 4 ജീവനല്ലാതെ വേറെ ജീവനില്ല. ഐ മീൻ ഒരു പാമ്പും കുറച്ച് തവളകളും. വൈകിട്ട് വന്നാലും ഇവിടെ ആരുമില്ല. പക്ഷെ രാവിലെ എനിക്ക് തോന്നുന്നൊരു 11 to 4, 5 ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. നമ്മള് ഇനി ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മൾ 4 പേരും കൂടെ. ഇവിടെ കാറ്റുണ്ടല്ലോ, നല്ല ഒന്നാന്തരം കാറ്റാണ്. അന്നാ റെസ്റ്റ് എടുത്ത് മതിയായോ? അപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. എത്ര നേരത്തെ ഇറങ്ങാൻ നമുക്ക് നോക്കാം. ഇന്നലത്തെ സമയം നമ്മൾ പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളൊരു 15-20 മിനിറ്റ് കൊണ്ട് ഇറങ്ങി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടിട്ട് വരണം. കാരണം ഇവിടുത്തെ കല്ലിന്റെ ഷാർപ്നെസ് ഒക്കെ ആൾക്കാർ കയറി നല്ല സോഫ്റ്റൻ ആയിട്ടുണ്ട്. അപ്പം ഗ്രിപ്പ് വേണമെങ്കിൽ നമ്മൾ നല്ല അടിപൊളി ഷൂസ് ഇടണം. നല്ലൊരു ഷൂസും നമ്മളിവിടെ കയറ്റി എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോ ഡ്രൈവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോവില്ല ലേക്ക് ഹൈക്ക് സിമ്പിളായി ചെയ്യാം. ആ പോകുന്ന റൂട്ടിൽ നമ്മൾ ഇറങ്ങി വരുമ്പം ഇവിടെ വേറൊരു വഴി കൂടെ ഉണ്ട്. ഐ മീൻ കയറുമ്പോഴും നമുക്കിവിടെ പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയാൽ ഇത് കുറച്ച് വീതി കുറഞ്ഞ സ്റ്റെപ്സാ. കേറി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കാനൊരു സ്ഥലമുണ്ട്. ഇത് ഇവിടുന്ന് ഇതിന്റെ വേറൊരു വ്യൂ കാണാം. നമ്മൾ അവിടുന്ന് കാണുന്നതിന്റെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞിട്ടുള്ളൊരു വ്യൂ. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല കേട്ടോ. ഒരു 1 hour നമുക്ക് സിമ്പിളായി ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ വരുന്നതിന്റെ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഓടിച്ച് ഇവിടെ എത്തുക. കാറ് നമ്മളെ ഓടിച്ച് ഇവിടെ എത്തിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കാണ്. അതാണ് നമുക്ക് വേണ്ടത്. അല്ല, പക്ഷെ ഇന്ന് നീ കാണിച്ചു നോക്ക്. ഇന്ന് സിമ്പിളായി ചെയ്തില്ലേ? അല്ല, ആക്ച്വലി അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ല. അതായത് ഒന്നാമത് കയറ്റം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വരുന്നല്ല, അതൊട്ടും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ ഒരു കല്ലും പാറയും ഒക്കെ കൂടെ അതിൽ കയറി നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതല്ലാതെ ഹൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ തളർന്നു പോകുന്ന അത്രയും ദൂരമൊന്നുമില്ല. ആ കൂടെ ആ സ്റ്റെപ്സ് തന്നെ 48 സ്റ്റെപ്പേ ഉള്ളൂ ഞാൻ എണ്ണി. പിന്നെ ഇതിങ്ങനെ കയറുക അതും അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ വേർത്തിട്ടാണ്. പിന്നെ കുറെ ഏരിയ ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അത് ഇറങ്ങിയാൽ മതി. 48 സ്റ്റേഴ്സ് ഉണ്ട് ഞാൻ എണ്ണിയത്. റെസ്റ്റോറൻ്റ് ഒക്കെ തുറന്നു വരാനുള്ള നേരമായി. ഇവിടെ ഒരൊറ്റ റെസ്റ്റോറൻ്റ് ഉള്ളത്, 10 മണിക്കാണ് തുറക്കാം. എന്നാൽ 7 മണിക്ക് അടയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മലയിലും മുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അവരിപ്പം ജസ്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇതാണ് നല്ല സോഫ്റ്റ് എഡ്ജസ് ആയിട്ടുണ്ട്. അപ്പം തെന്നാതെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ബോവില്ല ലേക്ക്.
നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങി. ഈ ബോവില ലേക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു Airbnb ആണ്. നല്ല അടിപൊളി Airbnb. ഐ മീൻ കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഈ വ്യൂ കണ്ട് എണീക്കുക എന്നുള്ളതാണ് Airbnbയുടെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ വ്യൂ ഒക്കെ കണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോവാണേ. വൈകുന്നേരം വന്നപ്പോൾ സൂര്യൻ അവിടെയായിരുന്നു, രാവിലെ വന്നപ്പോൾ സൂര്യൻ എവിടെയാ. അപ്പൊ അതിന് ലേക്കിന് വേറൊരു നിറം. രണ്ട് സമയത്തും രണ്ട് നിറമായിട്ട് ആണ് തോന്നുന്നത്. എല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ കേറുവാ. ഇവിടെ നമ്മൾ 4 പേരും അല്ലാതെ രാത്രി കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നേ. തവളാന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഇവർക്കൊരു റെസ്റ്റ് എടുത്തൂടെ. ഞങ്ങൾ വന്നപ്പോ മുതൽ ഇന്ന് രാത്രിയിൽ അല്ല, ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലെ ഇത്രയും നേരം ഒച്ചണ്ടായിക്കൊണ്ടിരിക്കുക. രണ്ട് മിനിറ്റ് ഉറങ്ങിക്കൂടെ. ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നില്ല. മറ്റേ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഈ മലയുടെ മുകളിൽ ഞങ്ങൾ മാത്രം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നേ. ആ ഫീലിംഗ് തവളകൾ അങ്ങ് മാറ്റി തന്നു. ഞങ്ങളുണ്ട് അവിടെ നിർട്ട്. ഇപ്പൊ ഒരു ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു റിസർവോയർ ആണ്, ബൊവില്ല റിസർവോയർ. അതായത് ഇവിടെയുള്ള ആ ഒരു പുഴയുടെ അക്രോസ് ഒരു ഡാം കെട്ടിയിട്ട്, ഒരു 91 മീറ്റർ ഹൈറ്റിൽ ഡാം കെട്ടിയിട്ട് വെള്ളം ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ അൽബേനിയയുടെ ഒരു 1/3 പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറും സപ്ലൈ ചെയ്യുന്നത് ഈ റിസർവോയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആൾക്കാർ കുളിക്കുന്നൊന്നും കാണാത്ത കേട്ടോ. ഈ ഡാമിന്റെ പണി തുടങ്ങിയത് ഒരു 1989 ഒക്കെയാണ്. ആ സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ അവരാണ് പണി തുടങ്ങി വെച്ചത്. പിന്നെ ഒരു 91 ഒരു 2-2.5 വർഷം കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ കൊളാപ്സ് ആയി. അതിനുശേഷം പണി നടക്കാതെ ഇങ്ങനെ പകുതി സ്റ്റേജിൽ നിൽക്കുമായിരുന്നേ. എന്നിട്ട് പിന്നെ ഇറ്റലി ഒരു 2 വർഷം കഴിഞ്ഞ് ഇടപെട്ടിട്ട് ഇറ്റലിയാണ് ഇതിന്റെ പണി കംപ്ലീഷൻ ചെയ്യിപ്പിച്ചത്. ഒരു കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും കൂടെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇവിടെ. ഇതിന്റെ ഈ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർക്കോയ്സ് വാട്ടറും പിന്നെ ഈ ലൈം സ്റ്റോൺ റോക്കും, അത് രണ്ടും കൂടെ വരുമ്പോൾ ഉള്ള രസമുണ്ടല്ലോ. എന്നിട്ട് വെയിലൊക്കെ അടിക്കുമ്പോൾ ഒരു ഭംഗി, അതാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് എനിക്ക്. ഞാനാദ്യം താറാവാന്ന് വിചാരിച്ചു, താറാവൊന്നും ഇല്ല. പക്ഷെ ഇതൊക്കെ ഉറക്കൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം വന്നപ്പോ തുടങ്ങിയതല്ലേ ഇതാ. എന്തോ കിടക്കുവാണ്, അത് പാമ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അയ്യോ ഇനി നമ്മളെ ഹൈക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പാമ്പുണ്ടാവുമായിരിക്കുമോ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ ഡാമിലാണ് കേട്ടോ. അപ്പൊ അതിവിടെ നിന്നാണ് പുഴ വരുന്നത്. അപ്പൊ അതിനിവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. താഴെ കൂടിയാണ് നമ്മൾ കേറി വന്നത്. അത്യാവശ്യം ഒരു നീളമുള്ള സ്ട്രെച്ച് ആണല്ലേ. താഴത്തെ റോഡ് കാണിച്ചു തരാമേ. ഈ ഒരു കഷ്ടം മാത്രമാണ് നമുക്ക് റോഡുള്ളൂ. ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞാണ് വരുന്നത്. ഇത്
This one, yeah, all are natural crystals. Here are the stones, flowers. They are like a traditional bracelet and the necklaces. And one necklace more than 1 hour. I know maybe you can't like. It's like hard to believe. Yeah, but I know, I believe. I actually do, I mean, not this, but I do a lot of embroidery. And when people see, it's very small, but I know, like, it takes a lot of time. And where are you from? We're from India. Oh, nice. Are from my garden. Oh, wow. Nice. I think you have seen in supermarket because Albania loves this fruit. We eat this fruit and with salt as well. Yeah, I was just thinking about it. And my mom is getting some berries for you gift as well. Oh my god. Yeah. That's so sweet. You're welcome. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. നീ വല്ല എടുത്തോ? ആ ഞാൻ ഇതും ഒരു നീലേ. Pelaminter. You will have it for like a gift. 2 bracelets like this. Oh, sure. And you will have it and one flag as well. Oh my god. No, Like to remember. Oh, nice. Here you go. It's all my pleasure. I am familiar. I mean, my mom is telling you are friends or. We are friends. Yeah, we are friends. Like This is my husband. this is my husband. Like Yeah. 2 doubles. We went to college together. My mom is saying now 2 more bracelets. Oh no no. My mom is saying and 2 other bracelets for your husband. Oh, thank you. Or I'm giving and 2 like. Oh, please. Oh. Oh my god. You know, yesterday. My eyes are. Watering. Sweet. What's your name? My name is Fiorella. Fiorilla. Fiorella. Fiorella. Fiore. Okay. Favorite. And yours? Anna? Anna? Oh my god, Ashwati. Ashwati? Yes. Yeah. And you? Atul. Atul? Richard. Richard. Okay, nice to meet you. Nice to meet you. Instagram. Thank you. അമ്മേ നമ്മള് ഇപ്പൊ ഒരു ക്യൂട്ടസ്റ്റ് ഇന്ററാക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഒരു ഫ്ലവർ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ അവിടുന്ന് ഈ ബ്രേസ്ലെറ്റ്സ് വാങ്ങി, ഞാൻ ഇത് വാങ്ങി, ഒന്ന് വാങ്ങി, പിന്നെ അന്നയും മാല വാങ്ങി. നല്ല ഭംഗിയില്ലേ ഇത്? എന്നിട്ട് അവര് നമുക്ക് അൽബേനിയുടെ ഫ്ലാഗ് തന്നു, പിന്നെ 2 ഈ പോക്കറ്റിലൊക്കെ കൊറേ പ്ലം തന്നു, പിന്നെ ബെറീസ് തന്നു, പിന്നെ ഈ ബ്രേസ്ലെറ്റ് അത് 4 ഓരോരുത്തർക്കും. അയ്യോ, എന്നിട്ട് അവര് ഭയങ്കര സ്വീറ്റ് ആയിട്ട് താങ്ക് യു പറഞ്ഞു. ഇനി എപ്പോഴും കാണാൻ ഇവരെല്ലാരും എങ്ങനെയാണോ? മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണോ? ഇടാൻ സ്ഥലമില്ലേ? വെള്ളം ശരിക്കും ഇങ്ങനെ കണ്ണില് കുറച്ച് വെള്ളം ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആയിപ്പോയി. നമ്മളിങ്ങനെ മുകളിൽ വെച്ചു. അല്ലാതെ നമ്മളവർക്ക് പിന്നെ ആ സാധനത്തിന്റെ പൈസയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് അപ്പുറത്ത് ടിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് സോ സ്വീറ്റ്. നല്ലൊരു മെമ്മറി അല്ലേ? കൊടി തന്നു അവര് ഞങ്ങക്ക്. കൊടി ഞങ്ങക്ക് ഇനി ഇത് അൽബേനിയ കൊടിയാണ്. ഒരു അമ്മയും മോളും. അവളത് ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയിൽ നിന്നാണ്, അവര് പഠിച്ചത് അവരുടെ അമ്മയിൽ നിന്നാണ്. അങ്ങനെ ഒരു സ്വീറ്റസ്റ്റ് ഇന്ററാക്ഷൻ. ബോയിലയിൽ ഇന്നലെ നിന്ന് ആ എക്സ്പീരിയൻസിനൊക്കെ ഇങ്ങനെ ടോപ്പ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു. പൊതുവെ എല്ലാരും ഭയങ്കര കൈൻഡ് ആണ്, പക്ഷെ ഇതൊരു എക്സ്ട്രീം. ഒരു കണ്ണിൽ വെള്ളം വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടൊന്നുമില്ല, നമ്മള് ജസ്റ്റ് അവിടെ കടയിൽ നിർത്തി എത്രയേ ഉള്ളൂ. സാധനം വാങ്ങിച്ചു അവര്. Wow. അത് നല്ലൊരു ആൾക്കാര്.